നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. എൺപതാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം ആലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരം എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത്. എല്ലാ മനസ്സുകളിലും വന്ദേ മാതരം മുഴങ്ങുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൻ പ്രതീക്ഷകളുമായി നാം മുന്നേറുകയാണ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയിലാണ് നാം. ആ യാത്ര സഫലമാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. വികസിത ഭാരതം 2047 ഇനിയും ഏറെ ലക്ഷ്യങ്ങളുണ്ട്. വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുന്നംകുളം CCTV ഓഫീസിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. CCTV മാനേജർ റിട്ടയേർഡ് സുബേദാർ മേജർ ആൻഡ് ഓണററി ലഫ്റ്റനന്റ് PD സേവിയർ ദേശീയ പതാക ഉയർത്തി. CCTVയിലെ ജീവനക്കാർ പങ്കെടുത്തു. മധുര വിതരണവും നടത്തി. ഗുരുവായൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ദേശീയ പതാക ഉയർത്തി. ലൈബ്രറി വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് പുഷ്പഹാരം അണിയിച്ചു. അഗതി മന്ദിരം, ബയോ പാർക്ക് എന്നിവിടങ്ങളിലും പതാക ഉയർത്തി. ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ ചെയർമാൻ AV ഗോപിനാഥ് ദേശീയ പതാക ഉയർത്തി. ശ്രീവത്സം അതിഥി മന്ദിരം, കൗസ്തുഭം, പാഞ്ചജന്യം റെസ്റ്റ് ഹൌസുകൾ, ദേവസ്വം മെഡിക്കൽ സെന്റർ, ആനത്താവളം എന്നിവിടങ്ങളിലും പതാക ഉയർത്തി. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരുടെ പരേഡും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. നഗരത്തിൽ ഘോഷയാത്രയും നടന്നു. ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമടക്കം വൻ ജനപങ്കാളിത്തത്തോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P യതീന്ദ്രദാസ്, KH സലാം, രഞ്ജിത് കുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് റിഷ്മ PP എന്നിവർ പങ്കെടുത്തു. വിവിധ വാർഡ് കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പതാക ഉയർത്തൽ ചടങ്ങിലും ഘോഷയാത്രയിലും അണിനിരന്നു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വെള്ളറക്കാട് ഇടം ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് KR രാധിക പതാക ഉയർത്തി. സെക്രട്ടറി KM അക്ബർ അലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA ഫരീദ് അലി, ഷൌക്കത്ത് കടങ്ങോട്, KP ജയൻ, EK മിനി, TS സുബിത, അനീഷ് വിജയൻ, നാരായണൻ കോടനാട്, ഷീജ റിനി, നാസിമ സക്കീർ, പ്രീതി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മിഠായി വിതരണവും നടത്തി. CCC ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നാടകാചാര്യൻ ഭാർഗവൻ പള്ളിക്കരയെ അനുസ്മരിച്ചു. ടൗൺഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ ACP M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് മമ്മിയൂർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ചന്ദ്രൻ ചങ്കത്ത്, V വിദ്യാധരൻ, AS മനോജ്, ഡേവിസ് ചുങ്കത്ത്, സുന്ദരൻ പേരകം, ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശ്രീനന്ദന തിരുവനന്തപുരത്തിന്റെ ഇരുവർ നാടകം അരങ്ങേറി. സംസ്ഥാനത്ത് ഓഗസ്റ്റ് 18 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് രാവിലെ 11:30 വരെ 1.3 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.